ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജയനെയും ഡോക്ടറിനെയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുകയാണ്, ദേവയാനിയുടെ അവസ്ഥ ഒരിക്കലും പഴയ രീതിയിൽ എത്തിയിട്ടില്ല, കണ്ടീഷൻ ഒന്നും കൂടി മോശമാകുന്ന ല്ലാതെ ഇംപ്രൂവ്മെന്റ് ഒന്നും കാണുന്നില്ല. അത് ഒരു പരിധിയിൽ ആ സ്ത്രീക്കും അതിൽ പങ്കുണ്ട്. കാരണം മനസ്സിൽ ഓരോ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടു നടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും സമനില തന്നെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതും ചെറിയൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് ഉപകാരപ്പെടും. അത് ചിലപ്പം തൻ്റെ മരുമകളോട്, തൻ്റെ ഭാര്യയ്ക്ക് സ്നേഹം കൂടാനും മരുമകളെ തിരിച്ചറിയുവാനും ഒക്കെ സഹായമായേക്കുമെങ്കിൽ അങ്ങനെ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, അതേ ഡോക്ടറെ, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മരുമകളെ കണ്ണിന് കണ്ടുകൂടാ, അവളുടെ നന്മ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നത് തന്നെ അവളുടെ നന്മ കൊണ്ടാണ്. പക്ഷെ അതൊന്നും കാണുവാനുള്ള കണ്ണ് എൻ്റെ ഭാര്യയ്ക്കില്ല. അതിന് എങ്ങനെ ഉണ്ടാകുമെന്നും എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലാണ്. എൻ്റെ മരുമകളാണ് ആ രക്തം കൊടുത്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രതികരണം, ഏതായിരിക്കും പ്രതികരണം, അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഒരു എടുത്തുചാട്ടക്കാരിയാണ്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. അതാ ഞങ്ങൾ അതൊന്നും പറയാത്തത്. അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും തനിക്ക് കിട്ടിയ പോലെ ഒരു മരുമകളെ കിട്ടുക എന്ന് പറഞ്ഞാലേ അത് ഇപ്പോഴത്തെ സമൂഹത്തിലൊന്നും ആർക്കും കിട്ടുന്ന കാര്യമല്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയാണ്. ഇപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളെ കാണുന്നുമില്ല. കുടുംബത്തിനോട് സ്നേഹവും അതുപോലെ തന്നെ ദ്രോഹിക്കുന്ന, തന്നെ ഇഷ്ടമില്ലാത്ത അമ്മായി അമ്മയെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു പെൺകുട്ടികളും ചെയ്യാത്ത കാര്യമാണ് ഇപ്പം ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ഡോക്ടർ, ഇത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ, കാരണം എൻ്റെ മരുമകളെ വന്ന് കയറിയപ്പോൾ മുതൽ എനിക്കറിയാം. അതുപോലെ എൻ്റെ മകന് മരുമകളോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ മരുമകളെ നന്നായിട്ട് എൻ്റെ മകൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെയാണ് ഇപ്പം അവർ സ്നേഹിക്കുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതും എന്താ പറയുക, ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ്. താന് ആ തരത്തിലൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതിനൊരിക്കലും നെഗറ്റീവായിട്ട് കാണണ്ട, ഇതിനെ പോസിറ്റീവായിട്ട് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും ജയൻ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഏത് ചെയ്യുന്നൊന്നും അറിയില്ല. ഏതായാലും ഇത് കേട്ടിട്ട് ജയൻ നേരെ പോകുന്നത് ദേവയാനിയുടെ റൂമിലേക്കാണ്. അങ്ങനെ ദേവയാനിയുടെ അടുത്ത് എന്നിട്ട് തനിക്കിപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പം, എനിക്കറിയില്ല എൻ്റെ ജയേട്ടാ, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, ശരീരത്തിൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല. അല്ല, അവളെന്തിയേ, ആ മൂദേവി, അവൾ വെളിയിലുണ്ടോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിച്ചു, നീ ആരെക്കുറിച്ചാണ്, നയനെക്കുറിച്ചാണോ പറയുന്നത്? പിന്നെ അവളെ അല്ലാതെ ഞാൻ എൻ്റെ മരുമകളെ കുറിച്ച് പറയുമോ? എൻ്റെ മരുമകൾ എന്നും അനാമിക തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ആ മൂദേവിനെ ഇവിടുന്ന് മാറ്റിയിട്ട് അനാമികേനെ ഇവിടെ കൊണ്ട് നിർത്ത്. ആ മൂദേവി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അനാമിക ഇവിടെ വന്ന് നിൽക്കാത്തത്. പാവം മോള്, അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ ഇവിടെ വന്നിട്ട് അവൾക്ക് ഒരുപാട് സങ്കടമായി എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ദേവയാനി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. വെറുതെ ദൈവത്തിന്റെ പ്രാക്ക് നീ മേടിച്ചു വെക്കരുത്. പിന്നെ അവളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ പ്രാകാൻ മാത്രം അവൾ എന്ത് നന്മ എനിക്ക് ചെയ്തത്? അവൾ ഒരു നന്മയും ചെയ്തിട്ടില്ല. അവൾ എന്നെ പ്രാകാൻ എന്നല്ലാട്ടോ, സോറി, ദൈവം എന്നെ പ്രാകാൻ മാത്രം അവൾ എന്ത് നന്മയാണ് ചെയ്തത്? അവൾ ഒരു നന്മയും എനിക്ക് ചെയ്തിട്ടില്ല. പിന്നെ അനാമിക മോളുടെ മനസ്സ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? എനിക്ക് ബ്ലഡ് ഗ്രൂപ്പ് വേറെ ആരുടെയും ബ്ലഡ് കിട്ടിയില്ലെങ്കിലേ അനാമിക ബ്ലഡ് തരാമെന്ന് പറഞ്ഞതാ. അത്രയ്ക്ക് സ്നേഹം എന്നോട്, ജീവൻ തന്നെ തന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും അവൾ ചെയ്യില്ലല്ലോ. അവൾ എനിക്ക് ബ്ലഡ് തന്നോ നയന? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ അവളോട് കടപ്പെട്ട് ഇരിക്കുന്നത്? എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല. അവൾക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ അവൾ എനിക്ക് ബ്ലഡ് തരാനും പോകുന്നില്ല. എന്നെ കൊല്ലാൻ നോക്കിയവളാ. എനിക്ക് മനസ്സിലാകുന്നില്ല ജയേട്ടാ, എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയവളെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യണത്? അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ദേവയാനി, നീ ഇപ്പം ഏതോ ഒരു സങ്കല്പ ലോകത്താ. നീ ഇപ്പം നിന്റെ മരുമകളായിട്ട് സങ്കല്പിക്കുന്നത് ആരെയാ? അനാമികേനെയല്ലേ? ആ സങ്കല്പലോകം എപ്പോഴും നിലനിൽക്കത്തില്ല. ഈ സങ്കല്പം എന്ന് പറയുന്നത് അത് വെറും സങ്കല്പം മാത്രം. അത് നീ മനസ്സിലാക്ക് ദേവയാനി. അതുകൊണ്ട് നിന്റെ മരുമകളുടെ നല്ല ഗുണങ്ങൾ നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിന്റെ ജീവൻ ഇപ്പം നിലനിൽക്കാൻ കാരണം അവളാണ്.
അവളോ? ആ നയനയോ? എന്താ അവളാണോ എനിക്ക് ബ്ലഡ് തന്നത്? ഞാൻ ചോദിച്ചില്ലേ? എന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, നിന്നോടിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേവയാനി. നിന്നോട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. നീ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നീ പതിയെ 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 തിരിച്ചറിവിന്റെ ലോകത്തേക്ക് എത്തും. അന്നൊരു പക്ഷേ നീ ഈ അവസ്ഥയിൽ ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങ് പോയി കേട്ടോ. ഏതായാലും ദേവയാനി ഇങ്ങനെ ചിന്തിച്ച് പറക്കിയിരിക്കുകയാണ്. ദേവയാനിക്ക് നമ്മുടെ നയനെ കാണുന്ന ചതുർത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ കലിമൂത്തിരിക്കുന്ന ദേവയാനി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും അനാമികനെയും വേണുവിനെയാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. അവള് വന്നിട്ടുണ്ടായിരുന്നു ആ മൊട്ടച്ചി വന്നത് വേറെ ഒന്നിനുമല്ല, അവനോട് കിന്നരിക്കാനും സല്ലഭിക്കാനും ഒക്കെയാണ്. ആരുമില്ലാത്ത സമയം നോക്കിയാ വിളിച്ചു വരുത്തിയതമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് മോളെന്താ ഈ ഒരു കാര്യം വെറുതെ വിട്ടത്? മോളെ, ഈ ഒരു കാര്യം ഉണ്ടല്ലോ കുത്തിപ്പൊക്കി വലുതാക്കണം. ഈ വിഷയം അനന്തപുരി തറവാട്ടിലിട്ട് പേരിപ്പിച്ച് വീർപ്പിച്ച് പൊട്ടിത്തെറിപ്പിക്കുമ്പോൾ അവർ വലിയൊരു സ്ഫോടനം തന്നെ നടക്കും. പിന്നെ ഇങ്ങനെയുള്ള അവിഹിതം ഭാര്യമാര് കൈയോടുകൂടി പിടിക്കുമ്പോഴേ ഭാര്യമാർക്ക് ഒരു ഉറച്ച നിലപാട് വേണം. നിലപാടെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ അടക്കി ഒതുക്കി നിർത്തുവാനുള്ളൊരു നിലപാട്. ഇപ്പം ജയൻ നിന്റെ വശത്താ. ഇപ്പം നിന്റെ വശത്തെ എല്ലാവരും നിൽക്കത്തുള്ളൂ. ഈ ഒരു അവിഹിതം കണ്ടുപിടിച്ച നിന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കരുത്. നീ അവിടെ ചെന്ന് ഒരു യുദ്ധം തന്നെ നടത്തണം, പൊട്ടിപ്പുറപ്പെടുപ്പിക്കണം എന്നൊക്കെ പറയുക. അപ്പോഴത്തേക്കാണ് നമ്മുടെ വേണു വരുന്നത്. വേണു വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം? എന്താ ആ മൊട്ടച്ചിയാണോ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവളെന്റെ ജീവിതം തുലയ്ക്കുന്നതാ തോന്നുന്നത്. ഇപ്പോഴും അനിയുടെ മനസ്സിൽ അവളാ ആ മൊട്ടച്ചി. ഓ, ഇതുപോലെയുള്ള പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാ സ്നേഹിക്കാൻ തോന്നുന്നത്? തലയിൽ മുടിയില്ല, ആണുങ്ങളുടെ ആ ഒരു ഇതാ അവക്ക്. എങ്ങനെയാ എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നത്? ഓ, എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരിക. ഏതായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. സത്യത്തിലേ ആർക്കായിരുന്നു വിഷം കൊടുക്കേണ്ടത്? ഇവക്കായിരുന്നു വിഷം കൊടുക്കേണ്ടത്. ഇവൾക്ക് എന്തെങ്കിലും വിഷം കൊടുത്ത് ഇവളെ കൊല്ലുമായിരുന്നെങ്കിലേ ഇപ്പം മോക്ക് ഇങ്ങനൊരു ശല്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. പിന്നെ വിഷം കൊടുക്കാൻ നോക്കി ഒരാളിപ്പം മാറിപ്പോയി വല്യമ്മ അകത്ത് ആശുപത്രി കിടക്കുക. എന്നിട്ടല്ലേ ഇനി അടുത്ത വിഷം കൊടുക്കില്ലെന്ന് അനാമിക പറഞ്ഞു. അപ്പോൾ വേണു പറഞ്ഞു, ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു അങ്ങ് പോയി. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എന്തിനാടി നിന്റെ അച്ഛനെ നീ വെറുതെ ചൊടിപ്പിച്ച് വിട്ടത്? അങ്ങേര് പോയിട്ടുണ്ട്. അങ്ങേര് പോയി എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ആരെങ്കിലും കൊല്ലാനാണോന്നും അറിയില്ല. നീ ഓരോ കാര്യം പറഞ്ഞ് ചൊടിപ്പിച്ച് വിട്ടിട്ട് ലാസ്റ്റ് അത് നിനക്ക് കെണിയാവുമെന്ന് പറഞ്ഞപ്പോൾ കൊല്ലുവാണെ അച്ഛൻ പോയി അങ്ങ് കൊല്ലട്ടെ. പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനല്ലാതെ പിന്നെ എന്തിനാ എൻ്റെ അച്ഛനും അമ്മയും ഉള്ളത്? അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളല്ലേ സാധിക്കേണ്ടത്? എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അങ്ങ് മാറിപ്പോയിട്ടോ. രേവതിക്ക് എന്നാലും ഒരു ചെറിയ പേടിയുണ്ട്. വേണുവിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുമല്ലോ. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു സ്കൂട്ടിക്ക് ഇങ്ങ് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു കാർ ചെന്ന് നിൽക്കുന്നത്. ആരാണ്? നമ്മുടെ വേണുവിൻ്റെ ഗുണ്ടകൾ. എന്ത് ചെയ്യാനാണ്, നമ്മുടെ നന്ദു പെട്ടുപോയില്ലേ? നന്ദു പെട്ടുപോവോ? ഒരിക്കലും ഇല്ല. ഏതായാലും ഇവന്മാർ ഇറങ്ങി ചെന്ന് കേട്ടോ. ഇവന്മാർ ഇറങ്ങി ചെന്നിട്ട് കയറി വണ്ടിയിലെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നന്ദു ഇറങ്ങിയിട്ട് ഞാനെന്തിനാ നിങ്ങളുടെ വണ്ടിയിൽ കയറേണ്ടത്? നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും മര്യാദയ്ക്ക് വണ്ടി കയറാനാന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുവിനെ പിടിക്കാൻ ചെന്നപ്പോൾ നന്ദു എന്ത് ചെയ്തു? എല്ലാത്തിനും അടിച്ചെടുത്ത് കോടഞ്ഞ് പപ്പും കൂടെ വേറെ ആക്കി ഇട്ടില്ലേ. ഇതെല്ലാം കൂടെ കണ്ട് വേണു അന്തം വിട്ട് നിൽക്കുക. ഇവക്ക് ആണിൻ്റെ ഉച്ചിരാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പേരെ അടിച്ചുവിടാനുള്ള പവർ ഇവക്കുണ്ടായിരുന്നു. ഓ, അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും തോറ്റു മടങ്ങുകയാണ് നമ്മുടെ വേണു. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ അനിയും വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അനിയും ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് അവന്മാരെ ഇടിക്കാനും എടുക്കാനൊക്കെ കൂടി കേട്ടോ. ഏതായാലും ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേണുവിന് കലി വന്നു. ഏതായാലും വേണു അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, ഒരുപാട് നാളായി തൻ്റെ തല്ല് കണ്ടിട്ട്. നല്ല സൂപ്പർ തല്ലാട്ടോ. പിന്നെ അതിന് അഭിനന്ദനം ഒന്നും വേണ്ട. പരമാവധി എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു പോകാൻ നോക്ക്. ഞാൻ കാരണം അനിയുടെ ജീവിതത്തിൽ ഇനി ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, കുടുംബ കലഹം ഉണ്ടാകാൻ പാടില്ല. അതിപ്പോൾ തന്നെ കണ്ടില്ലെങ്കിലും പൊരുത്തപ്പെടാത്ത ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവില്ല. ആയിക്കോട്ടെ, പക്ഷേ ഒരിക്കലും ഞാൻ അതിനൊരു കാരണമാകില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വീട്ടിലൊരു വിശേഷം നടക്കുക കുറച്ച് കഴിയുമ്പോൾ. അന്ന് താൻ വീട്ടിലേക്ക് വരുമോ? എന്ത് വിശേഷം നടക്കുന്നത്? അല്ല, 41-ൻ്റെ അന്ന് ഞങ്ങൾ കാൽനടയായിട്ട് മലയ്ക്ക് പോകുന്നത്. അന്ന് കന്നിസദ്യയും മറ്റു പൂജകളും ഒക്കെ ഉണ്ട്. പിന്നെ കന്നിയാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൂജകൾ കൂടുതലുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു ശബരിമലയ്ക്ക് പോക്കിൽ നീയും പങ്കുചേരണമെന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എല്ലാവർക്കും വേണ്ടി. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. അത് ഗുണത്തേക്കാളേറെ നമുക്ക് രണ്ടാർക്കും ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വെറുതെ എന്തിനാ ഞാൻ വരണത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ വേണു അവിടെ നിന്ന് പോയില്ലായിരുന്നു കേട്ടോ. അപ്പം വേണു ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കാണുക. അപ്പോഴത്തേക്കും വേണുവാണ് മനസ്സിൽ വിചാരിക്കും, മോള് പറഞ്ഞത് ശരിയാ, രണ്ട് തമ്മിൽ മുടിഞ്ഞ പ്രണയമാ. ഏതായാലും അവള്
അവള് കിടക്കുന്ന കാണാൻ പറ്റിയില്ലല്ലോ. ആ ഗുണ്ടകൾ അടിച്ച് അവളെ ഇടുവായിരുന്നെങ്കിൽ അതൊന്ന് കാണാൻ പറ്റുമായിരുന്നു, ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ മോൾക്കും കൊണ്ട് കൊടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനീനെയും നന്ദുവിനെയാണ്. അപ്പൊ അനി പറയാണ് ഇത് വേറെ ആരുമല്ല, ഇത് ചെയ്തിരിക്കുന്നതേ മിക്കവാറും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു, ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒഴിഞ്ഞു മാറി നടക്കുക ചെയ്യേണ്ടത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ ഒന്നും കേട്ടോണ്ട് നിൽക്കില്ല. അതുകൊണ്ട് അനാമികയെ തല്ലി എന്ന പേരുദോഷം ചിലപ്പം വന്നെന്നിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പുറകെ നടക്കരുത്. അവൾ ഇനി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വേറെ ഒന്നും നോക്കില്ല, അവളുടെ ചെകിട്ട് നോക്കി ഞാൻ പൊട്ടിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ അനി പ്ലീസ് എന്നെ ഒന്ന് കാണാൻ വരാതെ ഒഴിഞ്ഞു മാറി നടക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദു വണ്ടി എടുത്തോണ്ട് പോയിട്ടോ. എനിക്കങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. എനിക്കങ്ങ് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഇതേ സമയം നമ്മുടെ വേണു നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വേണു മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, വേണ്ട, അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട. ഞാൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പഴമിഴുങ്ങികളാണ് എന്ന് ഓർക്കും. അതുകൊണ്ട് ഒന്നും പറയണ്ട, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പെട്ടെന്ന് ഇറങ്ങി വന്നു. അപ്പൊ എന്തായിന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് വേണു പറഞ്ഞു, ഇനി ശല്യം ഉണ്ടാവില്ല. അവളുടെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടുണ്ട്. അവളിപ്പം ഹോസ്പിറ്റലിലാണോ ഉള്ളത്? എന്തായാലും പാസ്റ്റർ ഇട്ട കൈയുമായിട്ടായിരിക്കും ഇനി അവള് നടക്കാൻ പോകുന്നത്. ആണോ അച്ഛൻ സത്യമാണോ പറയുന്നത്? ഓ, സന്തോഷമായി. ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് ഇനി ഇല്ലാന്ന് പറഞ്ഞ രേവതി പറഞ്ഞു, ഇതിനിപ്പോ പോലീസ് കേസ് ആവോ? എന്തോന്ന് പോലീസ് കേസ് ആകാനാ? അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും പോലീസ് കേസ് കൊടുത്താലേ വീട് കയറി തല്ലും. അങ്ങനെയുള്ള ആൾക്കാരെയാ ഞാൻ കൂലിക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ അനാമിക പറഞ്ഞു, അവളെ ആജീവനാന്തം ബെഡിൽ കിടത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ അച്ഛാ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്നും തോന്നില്ല. പടിപടിയായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാം, അതാ നല്ലത്. പെട്ടെന്ന് അങ്ങനെ ഓരോന്ന് ചെയ്താലേ അത് നമ്മുടെ തലയിലായി പോകൂലേ? അപ്പൊ പിന്നെ അത് ശരിയാവോ? ശരിയാ, പെണ്ണ് പറയുന്നത് കേട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വേണുവേട്ട. ഒന്നും പിടിക്കപ്പെടാത്തത് ഭാഗ്യമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട. ഒരു ദിവസം അവിടെ ഉള്ളവരെ എന്നെ പുറന്തള്ളുമ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കാം, അതുപോലെ. അത് പിന്നെ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ വരേണ്ട രീതിയിൽ വരണം. എങ്ങനെ എന്ന് വെച്ചാല് കോടികൾ മോളുടെ കയ്യിലിരിക്കണം. മോക്ക് മനസ്സിലായോ? അങ്ങനെയാകുമ്പോൾ മോൾ ഇവിടെ വന്നെന്നോർത്തേണ്ട ഒരു കുഴപ്പമില്ല. നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വക കിട്ടണം, നമ്മുടെ കടവൊക്കെ തീരണം, അതാ വേണ്ടത്. അപ്പം രേവതി പറഞ്ഞു, അതെ അതെ അതെ, മൂർത്തി സാറിന് കുടുംബത്തിനും പേരുദോഷം കേൾക്കുന്ന അറിഞ്ഞാൽ അവരെന്ത് കോംപ്രമൈസിനും തയ്യാറാകുന്ന എനിക്ക് തോന്നുന്നത്. എന്നൊന്നും കരുതണ്ട രേവതി. മൂർത്തി ഇപ്പം രോഗമൊക്കെ വന്ന് വീട്ടിൽ ഒതുങ്ങിയെങ്കിലും ആളൊരു ഗജകില്ലാടിയാ, ഒരു പുപ്പുലിയാ. തെറ്റ് ചെയ്യുന്നവരുടെ അടിവേരും മാന്തും ആർക്കും. അയാളുടെ മക്കളും ആദർശം എന്ന് പറയുന്ന കൊച്ചുമോനൊക്കെ അങ്ങനെ തന്നെയാ. എന്റെ ഭർത്താവ് അതിനേക്കാളും കുഴപ്പക്കാരനാ. അവൻ ഏത് യുഗത്തിലാണോ എന്തോ ജീവിക്കുന്നത് അതെനിക്കറിയില്ല. എന്റെ മോളെ, അവനെ നീ ചാക്കിലാക്കി വലിഞ്ഞു മുറുക്കിയില്ലെങ്കിലേ നമ്മൾ ഈ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അവൻ എന്നെ ഇഷ്ടപ്പെടണമെങ്കിലേ, ഞങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ നന്ദു എന്ന് പറയുന്നവളെ ഒരിക്കലും അവനെ കാണാതിരിക്കണം. അവളും മരിക്കണം. ഏതായാലും ഇനി ഉടനെ ഒന്നും കാണില്ല മോളെ. അതിനുള്ള കാര്യമല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിട്ട് അകത്തേക്ക് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക രേവതിയോട് പറഞ്ഞു, ആ അവസ്ഥയിൽ അവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്തിനാ അങ്ങനെ കാണുന്നത്? അതുപോലെയാ അവള് ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് സംസാരിച്ചത്. എന്നോട് സംസാരിച്ച ഉടനടി തന്നെ കൂലി കിട്ടണമെന്ന് അവൾ അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവള് കിടക്കുന്ന കിടപ്പ് എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കണം അമ്മേ, ആസ്വദിക്കണം. അത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് കാണാൻ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ. അവളുടെ വീട്ടിലേക്ക് പോകാനും പറ്റില്ല. ഇനി ഹോസ്പിറ്റലിലാണെങ്കിലോ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അന്വേഷിച്ച് കഴിയുമ്പോഴല്ലേ അവൾക്കൊരു കോപ്പും പറ്റിയില്ലെന്ന് നമ്മുടെ അനാമിക അറിയാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തമൂർത്തി മുത്തച്ഛനെയും വസുന്ധരേനുമാണ്. അങ്ങനെ നമ്മുടെ മൂർത്തി പറയുകയാണ്, ദേ ഇനിയിപ്പം അനാമിക തിരികെ ഇവിടെ വരില്ലേ, ഇനിയിപ്പം അനി തിരികെ വിളിക്കാൻ പോവില്ലേ? അത് പിന്നെ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് ജാനകി ഇവിടെ നിൽക്കാൻ പറഞ്ഞതാ. പക്ഷെ അവളിവിടെ നിന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതെ, പല വീടുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും വിഷയമൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാ ഞാൻ വിശ്വസിച്ചിരുന്നത്. പല കുടുംബങ്ങളിലും താളം തെറ്റലുകൾ ഉണ്ടാകുമ്പോഴേ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്പൊ സ്വന്തം കുടുംബത്തിലെ താളം തെറ്റലിൽ ഒരു തരത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയെ വസന്തരെ എനിക്ക്. വയസ്സും പ്രായവും ചെന്നില്ലേ, നമ്മുടെ വാക്കൊക്കെ ആരെങ്കിലും കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അനിയുടെ അച്ഛൻ വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു, നിന്റെ മരുമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയ്ക്കൊപ്പം പോയവളെ ഇതുവരെ വന്നിട്ടില്ല. അച്ഛൻ തിരിച്ചു വിളിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനും ജാനകി പോകാതിരുന്നത്.
എൻ്റെ നിലപാട് ഇപ്പോഴും അത് തന്നെയാ മോനെ. ഇറങ്ങിപ്പോയവള് തന്നെ മനസ്സ് മാറ്റി വരണം. പിന്നെ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ മോനെ. നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങളുടെ മകനുമായിട്ടാണല്ലോ അവള് ജീവിക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കില്ല. ഹേയ് വേണ്ടച്ചാ, ജാനകി പോയി വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ അവള് വഴക്കിട്ട് പോയത് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. എന്തായാലും വീട്ടിനകത്ത് അനിഷ്ട സംഭവങ്ങൾ കൂടി വരിക. ദേവയാനി ഹോസ്പിറ്റലിലായി. ഇളയ കൊച്ചുമോന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോകും. അത്ര മോശം അവസ്ഥയിലൂടെ നമ്മുടെ വീട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിനക്കറിയാലോ. എല്ലാ വർഷവും ഈ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും മലയ്ക്ക് പോകുന്നുണ്ടെങ്കിലും പഴയ പോലെ അയ്യപ്പൻ പാട്ടും വേറെ ഒരു പ്രാർത്ഥനയൊന്നും ഉണ്ടായിട്ടില്ല. ഈ തവണയെങ്കിലും അതിനൊരു മാറ്റം വേണം. ഇന്ന് അയ്യപ്പൻ പാട്ടിനായിട്ട് ഞാനൊരു സംഘത്തിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 4 മണിയാകുമ്പോഴത്തേക്കും അവരെത്തും. അപ്പൊ ആ സമയത്ത് കുടുംബക്കാരെല്ലാം ഇവിടെ വേണം. അനിയോട് ആ ഒരു പന്തൽ കെട്ടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേക്കണം. ഒരു വലിയ തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഞാനും നീയും ആദർശമൊക്കെ ചെയ്തു അനിയോട്. അതിന്റെ ഫലവാ ഇപ്പം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇഷ്ടമില്ലാത്ത ബന്ധം അവന് മേലെ അടിച്ചേൽപ്പിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് മോനെ. അതിനി മാറാൻ പോകുന്നുമില്ല. ഇനി ഒരു കാരണവശാലും ആ ബന്ധം പൊട്ടിപ്പോകാൻ പാടില്ല. എന്നും അനാമികയും അനിയും നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുമ്പം എൻ്റെ അനി മാത്രം ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് ജീവിക്കുന്നത് അത് കാണാൻ എനിക്ക് പറ്റില്ല. എല്ലാ അയ്യപ്പസ്വാമി കാത്തോളും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന വെക്കുന്നത്. അപ്പോഴത്തേക്കും ജയന്റെ അച്ഛൻ പറഞ്ഞു, വീട്ടിലുള്ള പെണ്ണുങ്ങളെ എല്ലാം ഹോസ്പിറ്റലിൽ വിട്ടിട്ട് ഞങ്ങളും അയ്യപ്പന്റെ പാട്ടിന് പങ്കെടുക്കാം. ഞങ്ങൾ ആണുങ്ങളെല്ലാം ഇവിടെ വേണമല്ലോ എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ആ ഏർപ്പാട് ചെയ്യാൻ ഇങ്ങനെ മൂർത്തി പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അനിയുടെ അച്ഛൻ അങ്ങ് പോയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് മൂർത്തിക്കൊരു സംശയം. അപ്പം മൂർത്തി ചോദിച്ചു വസന്തരോട്, ഇനിയിപ്പം നയനിയും ആദർശം തമ്മിലുള്ള സ്നേഹം അത് വെറും അഭിനയമാണോ? വലിയൊരു രോഗത്തിനടിമയായ എന്നെ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണോ ഇനി അവരങ്ങനെ അഭിനയിക്കുന്നത്? ഹേയ്, ഒരിക്കലും അല്ല, ഒരിക്കലും അങ്ങനെയില്ല. അവര് തമ്മിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ ഇല്ലാതാക്കാൻ നോക്കിയതാ ദേവയാനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതിനുള്ളതല്ലേ അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നയനയും ആദർശിനെയാണ്. അങ്ങനെ ആദർശി ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. നയനയോടൊപ്പം പറഞ്ഞു, ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിപ്പം നല്ല സുഖമുണ്ട് ശരീരത്തിന്. ഞാനിപ്പോൾ പഴയ അവസ്ഥയിൽ തന്നെ എത്തി. ഈ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറയും. നീ ആരോഗ്യം നന്നായാലും നന്നല്ലെങ്കിലും എപ്പോഴും നീ പറയാറുള്ളത് എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലെന്നാ. അതെനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ജയം വന്നിട്ട് പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അയ്യപ്പൻ പാട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേന്ന് ചോദിച്ചപ്പം പോകാം അച്ഛാ, അതിനിപ്പോൾ എന്താ? ജാനകി എന്നെ വിളിച്ചിരുന്നു. തൽക്കാലം ദേവയാനിക്ക് ഇനി പെണ്ണുങ്ങളാ കൂട്ടു വേണ്ടത്. അതുകൊണ്ട് ജാനകിയോടും ജലജയോടും ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അയ്യപ്പൻ പാട്ടുണ്ടെങ്കിൽ കുരുത്തോലപ്പന്തലൊക്കെ ഒരുക്കണ്ടേ? അതൊക്കെ അവിടെ ഒരുക്കാൻ ആൾക്കാരുണ്ടല്ലോ നയന. അല്ല, അത് അത്രയ്ക്ക് കഠിനമായിട്ടുള്ള പണിയൊന്നും അല്ലല്ലോ. ഞാൻ അത് അനിയോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തണമെന്ന്. അവനെല്ലാം ചെയ്യാൻ നേരിട്ടുമുണ്ട്. നീയേ ഒരു കാര്യം ഇപ്പം ചെയ്യണ്ട, എല്ലാം നോക്കിക്കൊണ്ട് വെറുതെ നിന്നാൽ മതി. നിനക്കിപ്പോൾ റെസ്റ്റാ വേണ്ടത്. എങ്കില് കുഴപ്പമില്ല ആദർശേട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ ജയം പറഞ്ഞു, മോൾക്ക് ആർട്ട് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് മനോഹരമായിട്ട് പന്തലൊരുക്കാനായിരിക്കും. അത് പിന്നെ ശരിയാ അച്ഛൻ പറഞ്ഞത്. ഞാനാ അച്ഛൻ മലയ്ക്ക് പോകുമ്പം കുരുത്തോല പന്തലൊക്കെ ഒരുക്കുന്നത്. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ആദർശ് പറഞ്ഞത് മോളോട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. അത് പിന്നെ ഞാൻ അമ്മേനെ ഒന്ന് കണ്ടോട്ടെ ആദർശേട്ടാ, എനിക്ക് പോകുന്നതിന് മുമ്പ്. എന്തിനാ മോളെ വെറുതെ മോള് പോയി കാണുന്നത്? നിന്നെ കാണാൻ ഒരു താല്പര്യവും ഇല്ല അവക്ക്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. അപ്പൊ ആദർശം പറഞ്ഞ, അതെ, നീ ഇനിയിപ്പം അമ്മേനെ വീട്ടിൽ വരുമ്പോ കാണുന്നതായിരിക്കും നല്ലത്. എന്തിനാ വെറുതെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? അപ്പം ജയം പറഞ്ഞു, അമ്മായിയമ്മ ഇപ്പം മരുമോളെ അടക്കി പിടിക്കേണ്ട സമയമായിരുന്നു. ഞങ്ങൾക്ക് ഒരു മകളില്ല. അതുകൊണ്ട് തന്നെ വന്ന അന്ന് തൊട്ട് മരുമകളായിട്ടല്ല മോളായിട്ടാ ഞാൻ മോളെ കണ്ടിരിക്കുന്നത്. അത് മോക്കറിയാമോ എന്ന് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം അച്ഛാ. അതേ അവസ്ഥയിലേക്ക് ദേവയാനി വന്നിരുന്നെങ്കിലേ നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതം ഒരു സ്വർഗമായിട്ട് മാറിയേനെ, അത് ഉറപ്പാണ്. പക്ഷെ അതിന് വിപരീതമായിട്ടാണല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. നല്ല മനസ്സാ ദേവയാനിയുടെ. സ്നേഹിക്കുന്നവരെ ഭ്രാന്തമായിട്ട് അവള് സ്നേഹിക്കും. ഞാനും ഇവനുമൊക്കെ അത് അനുഭവിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടുള്ളതാ. പ്രത്യേകിച്ച് എന്നേക്കാൾ കൂടുതൽ ഈ ഇരിക്കുന്ന ആദർശ്. മോളോട് ഇവൻ പറഞ്ഞു കാണുമല്ലോ,
രണ്ടാമതൊരു കുഞ്ഞു വേണ്ട എന്ന് വിചാരിച്ചത് എന്തിനാണെന്നറിയാമോ? അത് ഇവന് വേണ്ടി, ഇവന്റെ അസുഖത്തിന് വേണ്ടിയാ ദേവയാനി ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചത്. രണ്ടാമതൊരു കുഞ്ഞിനെ അത്രത്തോളം ഇവന് വേണ്ടി ജീവിച്ച അമ്മയാ ദേവയാനി. അങ്ങനെ ഒരു അമ്മയ്ക്ക് മരുമകളെ സ്നേഹിക്കാൻ കഴിഞ്ഞാലേ പിന്നെ ഉറപ്പായിട്ടും മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാ മോളെ സ്നേഹിക്കാൻ പോകുന്നത് ദേവയാനി. ആ ഒരു ദിവസത്തിന് വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഒരു മറുവശവും കൂടി ഉണ്ട് കേട്ടോ അതിന്. അത്തരക്കാരെ വെറുത്ത് കഴിഞ്ഞാലേ അതിൻ്റെ ആഴവും കൂടുതലായിരിക്കും. അതിൽ നിന്ന് പിന്നെ റിക്കവർ ആയിട്ട് വരാൻ ഒരുപാട് പാടുപെടും. ഇത് കേട്ടപ്പോഴത്തേക്കും നയനയ്ക്ക് ചെറിയ വിഷമമൊക്കെ ആയി. ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.